ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം പ്രായോഗിക മലയാളത്തിലെ എക്സാമുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ഒറ്റ യൂണിറ്റ് കൂടി ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളൂ. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം മലയാളത്തിലുള്ള പെയ്ഡ് നോട്ട്സ്, പെയ്ഡ് അസൈൻമെൻറ്റ്സും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻ വീഡിയോയിലൊക്കെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. മലയാളത്തിൽ എന്ന് പറയുന്നത് പ്രായോഗിക മലയാളത്തിൻ്റെ കാര്യത്തിലല്ല, പല സബ്ജക്റ്റുകളുണ്ട്. അതാണ് മലയാളത്തിൽ നോട്ട്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെമ്മ് മുതൽ തേർഡ് സെമ്മ് വരെ മിക്കവാറും ഒരുപാട് സബ്ജക്റ്റുകളുടെ നോട്ട്സ് കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറയട്ടെ. ബ്ലോക്ക് 4-ലെ 4ാമത്തെ യൂണിറ്റാണ്. അപ്പോൾ അതിൽ എന്താണ് യൂണിറ്റിൻ്റെ പേര്? ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുള്ള വിവർത്തന പരിശീലനം എന്നാണ് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ അതിൽ എസ്സേ ചോദിക്കുമ്പോൾ ഒരു പാരഗ്രാഫ് ഇംഗ്ലീഷിൽ തന്നിട്ട് നമ്മളോടത് വിവർത്തനം ചെയ്യാനാണ് ആവശ്യപ്പെടുക. അപ്പോൾ അതൊരു എസ്സേ എനിക്ക് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വരുമെന്ന് എനിക്ക് ഒരു ഉറപ്പും പറയാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ബാക്കി വരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസും പിന്നെ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ് കാര്യമായിട്ട് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാനൊരു ക്ലാസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, അതാണ് മുൻകൂട്ടി ഇതിങ്ങനെ പറയാനുള്ള കാരണം കേട്ടോ. അപ്പോൾ അതിൽ ഒറ്റ വാക്കുകൾ നോക്കാം. നമുക്ക് താഴെ പറയുന്ന ശൈലികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക എന്നാണ്. ഇത് ശൈലികൾ പറയുന്നത് നിപ്പ് ഇൻ ദ ബഡ് എന്നാണ് ആദ്യം തന്നിട്ട്. നിപ്പ് ഇൻ ദ ബഡ്. അപ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് അത് വരുമ്പോൾ മുളയിലേ നുള്ളുക എന്നാണ്. അതായത് തുടക്കത്തിലെ നുള്ളിക്കളയെ ഒഴിവാക്കുക. അത് എന്തെങ്കിലും തെറ്റ് ചെയ്താലാണ് നമ്മൾ പറയാല്ലേ, അത് മുളയിലേ നുള്ളാത്തതുകൊണ്ടാണ് പറയില്ലേ, അതിനാണ് നിപ്പ് ഇൻ ദ ബഡ്. പിന്നെ മറ്റൊന്ന് ഔട്ട് ഓഫ് ഹാൻഡ്. ഔട്ട് ഓഫ് ഹാൻഡ് നിയന്ത്രണാതീതം. ഔട്ട് ഓഫ് ഹാൻഡ് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയി എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ മറ്റൊന്നാണ് ടു ഈറ്റ് വൺസ് വേർഡ്സ്. ടു ഈറ്റ് വൺസ് വേർഡ്സ് തെറ്റ് സമ്മതിക്കുക എന്നാണ്. ടു ഈറ്റ് വൺസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ തെറ്റ് സമ്മതിക്കുക. 4ാമത്തത് മാൻ പ്രപ്പോസ് ഗോഡ് ഡിസ്പോസസ്. മാൻ പ്രപ്പോസ് ഗോഡ് ഡിസ്പോസസ് എന്ന് വെച്ചാൽ മനുഷ്യൻ ഇച്ഛിക്കുന്നു, ദൈവം കൽപ്പിക്കുന്നു. മനുഷ്യൻ ഇച്ഛിക്കുന്നു, ദൈവം കൽപ്പിക്കുന്നു. ഇതാണ് 4 പ്രയോഗം. പിന്നെ 2ാമത്തെ ക്വസ്റ്റ്യനാണ് തത്തുല്യമായ പഴഞ്ചൊല്ലുകൾ കണ്ടെത്തുക എന്നാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലാണ് തന്നിട്ടുള്ളത്. അതിന് തുല്യമായ പഴഞ്ചൊല്ലുകൾ നമ്മൾ കണ്ടെത്തണം. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ വിതച്ചതേ കൊയ്യൂ എന്നാണ്. മറ്റൊന്ന് മെനി എ മിക്കിൾ മേക്ക് എ മക്കൾ. മെനി എ മിക്കിൾ മേക്ക് എ മക്കൾ എന്ന് പറഞ്ഞാൽ പല തുള്ളി പെരു വെള്ളം. ഇനി 3ാമത്തത് ഫേസ് ഈസ് ഇൻഡെക്സ് ഓഫ് മൈൻഡ്. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. 4ാമത്തത് ദ ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. അതൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്ന വഴിയിലാണ്. കുരയ്ക്കും പട്ടി കടിക്കില്ല അല്ലേ. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് എന്നാൽ കുരയ്ക്കണ പട്ടി കടിക്കില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് താഴെ പറയുന്ന സാങ്കേതിക പദങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക. അപ്പോൾ വേർഡുകൾ പറയാം. അബോളിഷ്. അബോളിഷ് എന്നാൽ ഉന്മൂലനം, പാടയില്ലായ്മ ചെയ്യുക. ബി അബോവ് മെൻഷൻഡ് മുൻ സൂചിതമായ, അതായത് മുൻപേ സൂചിപ്പിച്ച, മുകളിൽ സൂചിപ്പിച്ച എന്നൊക്കെ പറയാം നമ്മളിതിൽ. പിന്നെ അഗ്രീവ്ഡ് പേഴ്സൺ ദുഃഖിതൻ. മറ്റൊന്ന് ഡോക്യുമെൻ്ററി എവിഡൻസ്. ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡോക്യുമെൻ്ററി രേഖാമൂലമുള്ള തെളിവ്. അഗ്രീമെൻറ്റ് എന്താ കരാർ അല്ലെങ്കിൽ ഉടമ്പടി എന്നൊക്കെ പറയാം. പിന്നെ അമെൻഡ്മെൻറ്റ് ഭേദഗതി. പിന്നെ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ ഗുഡ് വിൽ പറഞ്ഞാൽ എന്താ ഗുഡ് വിൽ നമ്മളെപ്പോഴും പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ഗുഡ് വിൽ. അതോട് അർത്ഥമാക്കുന്നത് സൽപ്പേര്, നല്ല പേര്, ചീത്തപ്പേര് വാങ്ങാതിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ സ്റ്റാറ്റസ് പദവി. പിന്നെ ഇൻഫർമേഷൻ ആ വിവരം. ഇങ്ങനെയുള്ള കുറച്ച് 1 വേർഡുകളാണ്. അപ്പോൾ അതാണ് നമുക്ക് വരുന്നത്. അത്രയൊരു യൂണിറ്റ് എന്ന് വരുന്നത് അത്രയും എന്താണ് കുറേ ഇംഗ്ലീഷുകളെ നമുക്ക് മലയാളത്തിലാക്കാൻ വേണ്ടിയിട്ട് അവർ അതന്നെയാണ് അതിൽ എസ്സേ ആയിട്ട് ചോദിക്കുക. ഒരു പാരഗ്രാഫ് തരും. അപ്പോൾ അതൊന്നും വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകണില്ല എന്ന് കരുതിയിട്ടൊന്നും എഴുതാതിരിക്കരുത്. 4 എസ്സേയിൽ 2 എഴുതാനല്ലേ. അപ്പോൾ അറിയുന്നത് ഇതല്ലാതെ ഉണ്ടെങ്കിൽ 2 അത് എഴുതുക. അതല്ല ഒരു നിവൃത്തിയില്ല എന്നാണെങ്കിൽ അറിയുന്നത് എന്തെങ്കിലും എഴുതി വെക്കുക കേട്ടോ. മലയാളത്തിലാക്കിയിട്ട് അത് അതേപോലെ എഴുതല്ല, അല്ലാത്ത രീതിയിൽ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ഇനി 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ സീരിയസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ്? ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുള്ള വിവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിവരിക്കുക എന്ന്. ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കുള്ള വിവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. ഏത് ഭാഷയിൽ നിന്നുള്ള വിവർത്തനത്തിലും 2 ഭാഷകൾ തമ്മിലുള്ള സാംസ്കാരിക വ്യത്യാസത്തെയും അതേപോലെ തന്നെ വ്യാകരണ സംബന്ധമായ വ്യത്യാസത്തെയും നമ്മൾ കണക്കിലെടുക്കണം.
അതായത് അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മലയാളത്തിലെ വാക്യത്തിൽ കർത്താവ്, കർമ്മം, ക്രിയ എന്നതാണ് ക്രമം. ഇംഗ്ലീഷിൽ കർത്താവ്, ക്രിയ, കർമ്മം എന്നതാണ് അതിൻ്റെ ക്രമം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ മലയാളത്തിൽ നിന്ന് നിത്യപരിചിതമായ അന്യപദങ്ങൾ വിവർത്തനം ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ലിപ്യന്തരണം ചെയ്ത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ സൗകര്യപ്രദം. ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ സർഗാത്മക കൃതികൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ കഴിയുന്നതും അന്യഭാഷയുടെ അപരിചിതത്വം വിവർത്തനത്തിൽ പ്രകടമാവാതെ നമ്മൾ സൂക്ഷിക്കണം. ആരാണോ വിവർത്തകൻ അവരെ സൂക്ഷിക്കണം. അതായത് കഴിയുന്നതും സ്വാഭാവികമാവണം വിവർത്തനം ആണ്. അതായത് ഒരു സ്വാഭാവിക വിവർത്തനമായിരിക്കും അന്യഭാഷയുടെ. അതായത് അപ്പോൾ ആ ഭാഷ നമ്മുടെ അങ്ങോട്ട് എഴുതി ചേർക്കുമ്പോൾ അവിടെ ഒരു ഏച്ചു കെട്ടിയ രൂപത്തിലാവാൻ പാടില്ല. അതിൻ്റേതായൊരു തന്മയത്വത്തോടു കൂടി അത് പോകണം. അതാണ് സ്വാഭാവികമായിരിക്കണം വിവർത്തനം എന്ന് പറയും. അതേസമയം അന്യസംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും ബോധം നമ്മൾ കൈവടിയാനും പാടില്ല. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഒരു അന്യഭാഷ അന്യസംസ്കാരത്തിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ അവരുടെ സംസ്കാരത്തെയും നമ്മുടെ മലയാളം നമ്മൾ എഴുതി വരുന്നിടത്ത് നമ്മുടെ സംസ്കാരത്തെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം കളഞ്ഞുകൊണ്ടൊരിക്കലും എന്ത് ചെയ്യരുത്, വിവർത്തനം നടത്തരുത്. ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ നല്ല നൈപുണ്യം അല്ലെങ്കിൽ നല്ല കഴിവ് ആവശ്യമാണ്. ഇത് രണ്ടും ആ സംസ്കാരത്തെയും ഭാഷയുടെ വൈദഗ്ധ്യത്തെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ നല്ല നൈപുണ്യം ആവശ്യമാണ്. ഇനി ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, അതുപോലെ വാമൊഴി പ്രയോഗങ്ങൾ തുടങ്ങിയവയൊക്കെ സർഗാത്മക വിവർത്തനത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം? മൂലഭാഷയെ അതേപടി അനുകരിക്കാൻ ശ്രമിക്കാതെ ലക്ഷ്യഭാഷയിലെ തത്തുല്യ പ്രയോഗങ്ങൾ കണ്ടെത്തി ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. അതായത് ചിലത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതേപോലെ അങ്ങോട്ട് എഴുതാൻ കഴിയില്ല. ആ ഭാഷയിൽ നമ്മുടെ മലയാള ഭാഷയിൽ പല ഇംഗ്ലീഷ് ഭാഷകൾക്ക് നമുക്ക് പ്രയോഗിക്കാം. അപ്പോൾ ട്രെൻഡൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ട്രെൻഡ് തന്നെ എഴുതി വെക്കണം. അതുപോലെ ചിലത് നമുക്ക് അതേപോലെ ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അതിന് പകരം പറ്റുന്ന വല്ല വാക്കുകളും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ അത് അതേപടി മലയാളത്തിലേക്ക് പകർത്തി എഴുതുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള രീതി. ഇതാണ് ഇതിന്ന് 5 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. പിന്നെ ഇതിലുണ്ട്, ഞാൻ നോട്ടിൽ കൊടുത്തിരുന്നു ഒന്ന്, പക്ഷേ അത് തന്നെ ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് തരാനുള്ള ഒരു പ്രയാസമുണ്ട് കേട്ടോ. ഒരു പാരഗ്രാഫ് ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ തന്നിട്ട് അതിനെ നമ്മൾ മലയാളത്തിലേക്ക് മാറ്റി എഴുതാണ് വേണ്ടത്. അപ്പോൾ ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ എഴുതി വെക്കുക. അതല്ല 4 അതല്ലാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ 2 വേറെ നമ്മൾ എഴുതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പ്രായോഗിക മലയാളത്തിൽ നമുക്ക് എക്സാമിന് വരുന്ന പാഠഭാഗങ്ങളുള്ളത്. 4 ബ്ലോക്കുകളിൽ നിന്നായിട്ട് 3 യൂണിറ്റുകൾ വീതമാണ് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. സീരിയസ് ആയിട്ട് പഠിക്കുക, നല്ല മാർക്കോടി പാസ്സാവുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.